ഹായ് ഫ്രണ്ട്സ്, മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പല മത്സര പരീക്ഷകൾക്കും സ്ഥിരമായി ചോദിക്കാറുള്ള ചില ഗണിത ചോദ്യങ്ങളും അവയ്ക്കുള്ള എളുപ്പവഴികളും ഉത്തരം കണ്ടെത്തുന്നതിനുള്ള വളരെ ലളിതമായിട്ടുള്ള വഴികളും ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ ലഭ്യമാകുന്നു. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? സമചതുരാകൃതിയായ തുണിയുടെ നീളം 1 മീറ്ററാണ്. ആയതുകൊണ്ട് അതിൻ്റെ പരപ്പളവ്, അതിൻ്റെ വിസ്തീർണം 1 മീറ്റർ സ്ക്വയർ. 1 മീറ്റർ സ്ക്വയറിനാണ് 100 രൂപ. 1 മീറ്റർ സ്ക്വയറിനാണ് 100 രൂപ. ആയതുകൊണ്ട് പകുതി നീളവും പകുതി വീതിയുമുള്ള സമചതുരാകൃതിയായ തുണിയുടെ വില കണക്കാക്കാൻ അതിൻ്റെ പകുതി, സമചതുരാകൃതിയായ ഈ തുണിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് 1/2 × 1/2 1/4. 1 മീറ്റർ സ്ക്വയറിനാണ് 100 രൂപ. അപ്പോൾ അര മീറ്റർ സ്ക്വയറിന് 50 രൂപ. അപ്പോൾ 1/4 മീറ്റർ സ്ക്വയറിന് 25 രൂപ. 25 രൂപയാണ് വില. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, √15² + 12² - 2 × 15 × 12 എത്ര? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഇത് a² + b² - 2ab എന്ന രൂപത്തിലാണ്. അതായത് a - b ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്ക് പകരം 15ഉം ബിക്ക് പകരം 12 ഇട്ടാൽ 15 - 12 ഹോൾ സ്ക്വയർ, അതായത് √3². അപ്പോൾ √9 3 ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകൾ ഉണ്ട്. ആ നോട്ടുകളുടെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 75 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കും? ആദ്യത്തെ നോട്ടിൽ 75 ആണ്, അടുത്തത് 75 76, അടുത്തത് 75 77, 75 78, 75 79, 75 80, അടുത്തത് 75 81, 75 82, 75 83, 75 84. ആദ്യത്തെ 10 നോട്ടുകളാകുമ്പോൾ നമുക്ക് നോക്കണം 75 കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ 9 എണ്ണം കൂട്ടണം. അതുപോലെ തന്നെ അപ്പോൾ 60 നോട്ടുകൾ ഉണ്ടെങ്കിൽ 75 കൂടെ നമ്മൾ 59 കൂട്ടണം. അപ്പോൾ 7 6 3 4 ഇതാണ് ലാസ്റ്റ്, അതായത് അവസാന നോട്ടിൻ്റെ നമ്പർ 76 34 ആയിരിക്കും. അപ്പോൾ ആദ്യം 10 എണ്ണം കൂട്ടുമ്പോൾ നമ്മൾ നോക്കണം, 10 നോട്ടുകളാകുമ്പോൾ 75 കൂടെ ഉൾപ്പെടുന്നത് കൊണ്ട് 9 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 60 നോട്ടുകൾ കൂട്ടുമ്പോൾ 7575 കൂടെ 59 ആണ് ആഡ് ചെയ്യേണ്ടത്. 59 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 76 34 ആണ് അവസാന നോട്ടിൻ്റെ നമ്പർ. 853 × 1346 × 452 × 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കിട്ടുന്നതിന് ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ മാത്രം ഗുണിച്ചാൽ മതിയാവും. അപ്പം 3
അടുത്തത് 6, അടുത്തതിൻ്റെ ഒറ്റയുടെ സ്ഥാനം 2, അടുത്തത് 6. ഇത് മാത്രം ഗുണിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കിട്ടും. അപ്പോൾ 3 × 2 6, 6 × 6 × 6 എല്ലായ്പ്പോഴും 6ലാണ് അവസാനിക്കുക. ആയതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ഗുണനഫലത്തിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6. ഓപ്ഷൻ ഡി 6ആണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കിട്ടാൻ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ മാത്രം ഗുണിച്ചാൽ മതിയാകും. 3 × 6 × 2 × 6. 3 × 2 6, 6 × 6 × 6. 6 എത്ര പ്രാവശ്യം ഇട്ട് ഗുണിച്ചാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 തന്നെയാണ്. ആയതുകൊണ്ട് അവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി 6ആണ്. അടുത്ത ചോദ്യം. ഒരു കന്നുകാലി ചന്തയിൽ കുറെ പശുക്കളും മനുഷ്യരുമുണ്ട്. ആകെ കാലുകൾ 70ഉം ആകെ തലകൾ 30ഉം ആണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവിടെ നമുക്ക് മനുഷ്യരുടെ എണ്ണം x, പശുക്കളുടെ എണ്ണം y എന്ന് വിചാരിക്കുക. x + y, ആകെ തല 30. അപ്പൊ x + y 30. ഇനി ആകെ കാലുകളുടെ എണ്ണം. മനുഷ്യർക്ക് 2 കാലുകൾ. അപ്പൊ x മനുഷ്യർക്ക് 2x കാലുകൾ. പശുക്കൾക്ക് 4 കാല്. അപ്പോൾ y പശുക്കൾക്ക് 4y കാലുകൾ. ആകെ കാലുകൾ 70. അപ്പോൾ x + y 30. അപ്പോൾ 2x + 2y എത്രയായിരിക്കും? ഇരട്ടി എടുത്താൽ എത്രയാണ് കിട്ടുക? 60. അപ്പോൾ നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോഴേ, ഇത് തമ്മിൽ നമ്മൾ കുറയ്ക്കുമ്പോഴേ 2y ആണ്. 2y 10. അപ്പോൾ y = 5. പശുക്കളുടെ എണ്ണം 5. അപ്പോൾ പശുക്കളും മനുഷ്യരുടെയും ആകെ എണ്ണം 30, മനുഷ്യരുടെ എണ്ണം 25. ഇവിടുത്തെ ചോദ്യം മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ 25 - 5 = 20 എന്നാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ കണക്ക് ചെയ്യുന്നതിന് മറ്റൊരു എളുപ്പ വഴി. നമുക്ക് ഇവിടെ തലകളുടെ എണ്ണം, തലകൾ 30, തലകളുടെ എണ്ണം 30. 30ന്റെ ഇരട്ടി 30 × 2 60. കാലുകളുടെ എണ്ണത്തിൽ നിന്ന് തലകളുടെ എണ്ണത്തിന്റെ ഇരട്ടി കുറയ്ക്കുക 10. ഈ 10ന്റെ പകുതി എടുക്കുക, അതാണ് 5. ഇവിടെ പശുക്കളുടെ എണ്ണം, പശുക്കൾ 5 ആയതുകൊണ്ട് മനുഷ്യരുടെ എണ്ണം 30 - 5 25. ഇനി മനുഷ്യരും പശുക്കളും തമ്മിലുള്ള വ്യത്യാസം 25 - 5 20. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കണക്കുകളിലും തലകളുടെ എണ്ണത്തിന്റെ ഇരട്ടി കാലുകളുടെ എണ്ണത്തിൽ നിന്ന് കുറയ്ക്കുക, എന്നിട്ട് അതിന് പകുതി എടുക്കുക, അതായിരിക്കും മൃഗത്തിന്റെ എണ്ണം. അപ്പോൾ ആകെ തലകളുടെ എണ്ണത്തിൽ നിന്ന് മൃഗങ്ങളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ പശുക്കളുടെ എണ്ണം കിട്ടും. ഇനി മനുഷ്യരുടെ എണ്ണം കിട്ടും. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണത്തിന്റെയും വ്യത്യാസം കണ്ട ഉത്തരമായി. അടുത്ത ചോദ്യം. 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്ര? നമുക്കറിയാം, ഒരു ട്രെയിനിനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകുന്നതിന് ട്രെയിനിന്റെ നീളമാണ് സഞ്ചരിക്കേണ്ടത്. അപ്പോൾ ട്രെയിനിന്റെ നീളം 160 മീറ്റർ കടക്കുന്നതിന് എടുക്കുന്ന സമയം 8 സെക്കൻഡ്. ആയതുകൊണ്ട് ട്രെയിനിന്റെ വേഗത ദൂരം ബൈ സമയം
160/8 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ട്രെയിനിന് 200 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് എടുക്കുന്ന സമയം കണക്കാക്കാൻ പ്ലാറ്റ്ഫോം കടക്കുന്നതിന് ട്രെയിനിൻ്റെ നീളവും പ്ലാറ്റ്ഫോമിൻ്റെ നീളവും കൂട്ടിയ ദൂരം സഞ്ചരിക്കണം. ഇവിടെ പ്ലാറ്റ്ഫോം കടക്കുന്നതിന് 360 മീറ്റർ എടുക്കണം, 360 മീറ്റർ സഞ്ചരിക്കണം. അപ്പോൾ അതിനെടുക്കുന്ന സമയം കണക്കാക്കാൻ ദൂരം ബൈ വേഗത 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആയതുകൊണ്ട് 0 വെട്ടിക്കളഞ്ഞു. 36/2 18 സെക്കൻഡ് ആണ്. 18 സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? ഒരൊറ്റ സംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഓഡ് നമ്പറിന് ഓഡ് നമ്പർ. ഒറ്റ സംഖ്യയെ ഒറ്റ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഒറ്റ സംഖ്യ. ഒരൊറ്റ സംഖ്യയെ മറ്റൊരൊറ്റ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് ഒറ്റ സംഖ്യ. ഒരൊറ്റ സംഖ്യയോട് മറ്റൊരൊറ്റ സംഖ്യ കൂട്ടിയാൽ കിട്ടുന്നത് ഇരട്ട സംഖ്യ. ഒരു ഒറ്റ സംഖ്യയുടെ വർഗം ഒറ്റ സംഖ്യയുടെ പവർ, ഒറ്റ സംഖ്യയായി വരുന്ന പവർ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒറ്റ സംഖ്യയുടെ ഏതൊരു വർഗമല്ല, ഏതൊരു പവറും ഒറ്റ സംഖ്യയായിരിക്കും. ഉദാഹരണമായി എക്സ് എന്നത് 3ഉം y എന്നത് 1ഉമാണെന്ന് കരുതുക. അപ്പോൾ 3/1 ഒറ്റ സംഖ്യയാണ്. 3 × 1 ഒറ്റ സംഖ്യയാണ്. 3 + 1 4 ഇരട്ട സംഖ്യയാണ്. 3⁻1 3 ഒറ്റ സംഖ്യയാണ്. ആയതുകൊണ്ട് ഒറ്റ സംഖ്യ പ്ലസ് ഒറ്റ സംഖ്യയാണ് ഇരട്ട സംഖ്യയായി വരിക. ഓപ്ഷൻ സി x + y ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. 1,00,000-ൽ എത്ര നൂറുകളുണ്ട്? 1,00,000 എന്നത് 1 എഴുതി 5 പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് 1,00,000. അപ്പോൾ 1,00,000-ൽ എത്ര നൂറുകളുണ്ട് ചോദിച്ചാൽ 100-ൽ 2 സീറോസ് ആണ് ഉള്ളത്. 2 എണ്ണം കഴിച്ച് ബാക്കി എഴുതിയാൽ മതി. അപ്പോൾ 1000 നൂറുകളാണ് ഉള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. √2-നും √3-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? √2ന്റെ വില 1.4 1 4 അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 1.41 എന്നെടുക്കാം. √3ന്റെ വില 1.732 എന്നിങ്ങനെയാണ്, നീണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് 1.73 എന്നെടുക്കാം. ഇവിടെ 1/2ന്റെ വില 0.1/2 എന്നാൽ 0.5 ആണ്. 1/3 എന്നത് 0.333 ആണ്. 3/2 1.5, 5/2 2.5. അപ്പോൾ 3/2 ആണ്, 1.5 ആണ് ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള സംഖ്യ. 3/2 ആണ് അവിടുത്തെ ഉത്തരം. √2ന്റെ വില 1.41, √3ന്റെ വില 1.73. ഇവയിൽ 3/2 1.5 1.50. ഇതാണ് ഇത് രണ്ടിനും ഇടയ്ക്കുള്ള സംഖ്യ. 3/2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എ എന്നത് പ്ലസ്, ബി എന്നത് ഇൻറ്റു, സി എന്നത് മൈനസ്, ഡി എന്നത് ഡിവിഷൻ ആയാൽ തന്നിരിക്കുന്നതിൻ്റെ ഉത്തരം എത്ര? ബോർഡ് മാസ് എന്ന റൂൾ നമുക്കറിയാം. അപ്പോൾ ബോർഡ് മാസ് നിയമം അനുസരിച്ചാണ് കണക്ക് ചെയ്യേണ്ടത്. ബോർഡ് മാസ് എന്നാൽ ബ്രാക്കറ്റ് ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ഓഫ് ഇൻറ്റു തന്നെയാണ്, ഹരണം, ഗുണനം, സങ്കലനം, വ്യവകലനം. ഈ ക്രമത്തിൽ ഒരു കണക്കിൽ ഇതെല്ലാം കൂടിയോ ഏതെങ്കിലുമൊക്കെയോ വരികയാണെങ്കിൽ തന്നിരിക്കുന്ന ക്രമത്തിൽ ചെയ്യണം എന്നതാണ് നിയമം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ മാറ്റാം. 36 ഡി എന്നത് ഹരണമാണ്. അടുത്തത് ബ്രാക്കറ്റ് 3, ബി എന്നാൽ ഇൻറ്റു ആണ്. അടുത്ത വീണ്ടും ബ്രാക്കറ്റ് 2, എ എന്നത് പ്ലസ് 5. അടുത്തത് സി എന്നത് മൈനസ് 3. അടുത്തത് 2 ബ്രാക്കറ്റ് ഇൻറ്റു ബി എന്നത് ഇൻറ്റു 2. ഇനി നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. അതും ഉള്ളിലത്തെ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം 2 + 5 7 ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. 3 × 7 ഇപ്പം 2 + 5 7. അപ്പം 3 × 7 മൈനസ് 3. 3 × 7 21 മൈനസ് 3. ഇത് ചെയ്യുമ്പോൾ 18. ഇപ്പം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 18 കിട്ടി. ഇനി അടുത്ത ബാക്കി എഴുതാം. 36 ഹരിക്കണം 18 ഇൻറ്റു 2. 36 ഹരിക്കണം 18 2. 2 × 2 ഉത്തരം 4. ബി ഓപ്ഷൻ ആണ് ഇവിടുത്തെ ഉത്തരം. ബോർഡ് മാസ് റൂൾ അനുസരിച്ചാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ആദ്യം തന്നിരിക്കുന്ന എ ബി സി ഡി ഇവയെ തന്നിരിക്കുന്ന പ്ലസ് മൈനസ് എന്നിവയ്ക്ക് അനുസരിച്ച് എഴുതുക. അതിനുശേഷം ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഉള്ളിൽ നിന്നാണ് ചെയ്തു വരേണ്ടത്. ആദ്യം 2 + 5 7. 7 × 3 21 മൈനസ് 3. ആദ്യത്തെ ഉള്ളിലത്തെ ബ്രാക്കറ്റ് 21 മൈനസ് 3 18. ഇനി അടുത്ത ബ്രാക്കറ്റ് 36 ഹരിക്കണം 18 2. ഇനി 2 × 2 4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഗണിത ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മാത്തമാറ്റിക്സ് നവോദയ എൻട്രൻസ് പരിശീലന രംഗത്ത് ഏറെക്കാലമായി നിലകൊള്ളുന്നു. നിരവധി കുട്ടികളാണ് മാത്തമാറ്റിക്സിലൂടെ പഠിച്ച് കേരളത്തിലെ വിവിധ നവോദയ വിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്തമാറ്റിക്സിലൂടെ പഠിച്ച് നിങ്ങൾക്കും നവോദയ വിദ്യാലയത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കാം. മാർച്ച് 4 മുതൽ അടുത്ത ബാച്ച് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446487743 അല്ലെങ്കിൽ 9497645358. താങ്ക് യു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.